എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു ആകപ്പാടെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് നയനയുടെ കോള് വരുന്നത്. അപ്പൊ നയനയുടെ കോള് വന്ന ഉടനെ നന്ദി ചോദിച്ചു, എന്താ ചേച്ചി വിളിച്ചെന്ന് ചോദിക്കുക. അല്ല നന്ദുട്ട, നിനക്ക് എന്ത് പറ്റി, നീ കരയുമായിരുന്നെന്ന് ചോദിക്കുക. അതെ ചേച്ചി, എന്നെ ഈ മുറിക്കകത്ത അച്ഛൻ പൂട്ടിയിട്ടിരിക്കുവാന്ന് പറയാ. പൂട്ടിയിട്ടിരിക്കുവാണോ? അതെന്താ പറ്റി? എനിക്ക് എന്താന്ന് അറിയില്ല ചേച്ചി എന്ന് പറയാ. ഇത് കേട്ടോന്നാ എനിക്ക് വല്ലാത്ത ടെൻഷനായി. ഇതെന്ത് പറ്റി? അവൾ നന്ദുവിനെ എന്തിനാ അച്ഛൻ മുറി പൂട്ടിയിട്ടെ? എന്തോ തക്കതായ കാരണമുണ്ട്. പെട്ടെന്ന് നയന പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സ്കൂട്ടി എടുത്തോണ്ട് നന്ദുവിന്റെ അരിയിലേക്ക് എത്തുവാണ്. ഈ സമയം ഗോവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത്. നയനെ കണ്ടതും ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് എന്താ നീ ഇങ്ങോട്ട് വന്നേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അച്ഛൻ എന്തിനാ അച്ഛൻ നന്ദുവിനെ പൂട്ടിയിട്ടെ? ഓ, ഇത്ര പെട്ടെന്ന് അവള് നിന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലേന്ന് ചോദിക്കുക. അല്ല, എന്ത് പറ്റിയാച്ചാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനാന്നോ, അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് പറയാ. കയ്യിലിരിപ്പുണ്ടോ? പറഞ്ഞ ഒരക്ഷരം അവൾ അനുസരിക്കില്ലോ. അവളെ തുറന്നു വിട്ടേണ്ടത് ശരിയാവത്തില്ല. തുറന്നു വിട്ടാൽ അവൾ പലരെയും കാണാൻ പോവും. പിന്നെ എനിക്കും കനയ്ക്കും തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല. അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ. അതുകൊണ്ടാ ഞാൻ അവളെ പൂട്ടിയിട്ടെന്ന് പറയാ. എന്നാലും വേണ്ടായിരുന്നു വെച്ചാ, പൂട്ടിയിടാൻ പാകത്തിന് അവൾ കുഞ്ഞു വശൊന്നും അല്ലോ. 10-20 വയസ്സുള്ള പെൺകുട്ടിയല്ലേ. അവൾക്ക് അവളുടേതായ തീരുമാനങ്ങളൊക്കെ ഇല്ലേ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മുറിയിൽ പൂട്ടിയിടുന്നേ? ദേ, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല മോളോട്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നന്ദുവിനെ ഒന്ന് കാണണ്ടേന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് കഥകൊക്കെ തുറന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നായനെ കൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് നായന വരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല നന്ദു. നയനേച്ചി ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കുക. എന്താ നന്ദു, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല. അല്ല, അച്ഛൻ നിന്നെ പൂട്ടിയിടാനായിട്ടൊരു കാരണം കാണില്ലേ, അതെന്താന്നാ ചോദിച്ചേ? എനിക്കറിയില്ല ചേച്ചി എന്ന് പറയാം. ഒരു കാരണമില്ലാതെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് അറിയാം. അച്ഛൻ പറയുന്ന എന്തോ കാര്യം നീ അനുസരിക്കാതെ വന്നു, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ പറയുന്ന അനുസരിക്ക്. ഇനിയെങ്കിലും എന്താ നിന്റെ മനസ്സുള്ളതെന്ന് തുറന്നു പറ. അല്ലെങ്കിൽ നീ ഇങ്ങനെ മനസ്സിൽ ഊതി പെരിപ്പിച്ചിട്ട് കാര്യമില്ല. നിന്റെ വിഷമം തുറന്നു പറയാന്ന് പറയാ. പെട്ടെന്ന് നന്ദു പറഞ്ഞേ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചേച്ചി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചേച്ചിക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുക. ചായയോ? എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ചായ കുടിച്ചിട്ട് പോയാൽ മതി, ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അടുക്കളയിലേക്ക് പോവാ. ഈ സമയം നയനയ്ക്ക് സംശയം. അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, താൻ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. ഈ സമയം നന്ദുവിന് ഫോൺ അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. നയന എന്ത് ചെയ്യുക, ആ ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത് നോക്കുക. ഇതിനകത്ത് അനിത എന്ന് പറയുന്ന പേരിൽ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ പേര് കാണുന്നില്ലോ, ഡിലീറ്റ് ചെയ്തിരിക്കുവാണല്ലോ. പിന്നെ ആരായിരിക്കും വിളിച്ചേ? ഞായറാഴ്ച ഒരു 12-12:45 സമയത്താണ് കോള് വന്നിരിക്കുന്നത്. ആ സമയം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഇത് കാണുന്നേ ഇത് അനിയുടെ നമ്പറാണല്ലോ. അപ്പൊ അനിയുടെ നമ്പറിലേക്കാണോ ഇവള് വിളിച്ചോണ്ടിരുന്നത്? ഇവർ തമ്മിലാണോ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് മാത്രമല്ല, പല ദിവസങ്ങളും പാതിരാത്രി വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ അർത്ഥം എന്താ? ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നുന്നു നയനയ്ക്ക്. ഒന്നും ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഫോൺ അവിടെ വെച്ചിട്ട്. ഈ സമയം ഗോവിന്ദ് ചോദിച്ചു, എന്താ മോളെ? മോള് പെട്ടെന്ന് വന്നിട്ട് പോവാണ്. അതേ വെച്ചാ എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്, പോണെന്ന് പറയാ. അല്ല, നന്ദുവിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയണം, ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്ത് പറ്റി? നന്ദുവിന് വല്ലതും പറഞ്ഞോന്ന് ചോദിക്കണം. നന്ദു വല്ലതും പറയാനായിട്ട് അവളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, എന്തേലും നന്ദുവിന് പ്രശ്നമുണ്ടോ വെച്ചാ, കാര്യം എന്താന്ന് ചോദിക്കുക. അതോ, ഒന്നുമില്ല മോളെ, കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചാൽ അവൾ എന്തേലും പറഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെ, അപ്പൊ നന്ദുവിന്റെ പ്രശ്നം അച്ഛന് അമ്മയ്ക്കും എന്താന്ന് അറിയത്തില്ലല്ലേന്ന് ചോദിക്കുക. അല്ല മോളെ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാ. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണേ. ഈ സമയത്ത് നന്ദു ചായ ആയിട്ട് വരുന്നേ. ചേച്ചി എന്നാ ചായ എന്ന് പറയാണ്. ഇത് കേട്ട നയന പറഞ്ഞു, എനിക്ക് ചായ വേണ്ടാന്ന് പറയണ. എന്താ ചേച്ചി, ഞാൻ എടുത്തോണ്ട് വന്നതല്ലേ, വേണ്ട, എനിക്ക് അല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദുവിന്റെ മുഖത്ത് പോലും നോക്കാതെ നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം നന്ദു പറഞ്ഞു, എന്നാ അച്ഛനെങ്കിലും ഈ ചായ കുടിക്കാൻ പറഞ്ഞ് ഗോവിന്ദന് ചായ കൊടുക്കുക. ചായ കൊടുത്തു കഴിഞ്ഞപ്പോ ഗോവിന്ദൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ഈ ചായ വേണ്ടാന്ന് പറയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? ചായ ഇപ്പൊ തന്നെ ഒരാൾ വന്നിട്ട് പോയത് കണ്ടില്ലേ? അവള് നിന്റെ മനസ്സിൽ എന്താന്ന് അറിയാൻ വേണ്ടി വന്നിട്ട് പോയതാ. ഞാൻ അവളോട് എന്താ മറുപടി പറയണ്ടേ? അവളുടെ മനസ്സ് വെന്തോണ്ടിരിക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേങ്കില് നിന്റെ മുറിയിലേക്ക് കയറി വന്നതിന് ശേഷമാ അവൾ ഇത്ര സ്പീഡിൽ പോയിരിക്കുന്നേ. ഇനി അവൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവളുടെ ജീവിതം എനിക്ക് അറിയാലോ. ഇത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടില്ല. അതൊക്കെ എന്റെ കൺമുന്നിലുണ്ട്. എന്നിട്ടാണ് വീണ്ടും നീ ഇങ്ങനെ ഓരോ തെറ്റുകളൊക്കെ കാണിച്ചിട്ട് അനന്തപുരിയിലേക്ക് കയറി പോയാണ്ട് ശ്രമിക്കുന്നേ. ഇതൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല നന്ദു.
നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് ചായയും വേണ്ട ഒന്നും വേണ്ട, ആ മുറിക്കകത്ത് പോയി ഇരിക്കാൻ നോക്കാൻ പറയാണ്. നന്ദു പറഞ്ഞു, അച്ഛൻ എന്താ പറയണേ? അതിൽ പൂട്ടിയിടാൻ പാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. തെറ്റും ചെയ്തിട്ടില്ല പോലും. ഇനി കൂടുതൽ ഞാൻ പറയണോ? രാത്രിയില് പാതിരാത്രി നിന്റെ ഫോൺ സംഭാഷണമല്ല അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഫോൺ നല്ലതൊക്കെയാണ്, പക്ഷെ അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പല പെൺകുട്ടികളെയും ചീത്തയാക്കുന്ന ഈ ഒരു ഫോൺ തന്നെയാന്ന് പറയാം. അച്ഛാ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഇങ്ങനെ പറയാൻ ഞാൻ എങ്ങനെ പറയണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരില് എന്റെ നയനമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് പറയാം. കേറി പോടിയകത്ത്, അകത്ത് പോയിരിക്കുക. നീ മുറിക്ക് പുറത്തിറങ്ങണ്ട. അനിയുടെ കല്യാണത്തിന് ശേഷം മാത്രം മുറിക്ക് പുറത്തിറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നീ മിക്കവാറും എത്ര പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നീ ചാടിപ്പോകുന്ന ടൈപ്പ് സ്വഭാവ. നിന്നെ എനിക്കറിയാലോ. ഇത്രയും കാലം നവ്യനെ കുറിച്ചായിരുന്നു സങ്കടം ഉണ്ടായിരുന്നേ. നവ്യ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുവരായിരുന്നു. ഇപ്പൊ അവളൊന്നും ഒതുക്കി കഴിഞ്ഞപ്പാണ്ടെ അതിനേക്കാളും വലിയ കുരിശുമായിട്ട് അടുത്തവള് വന്നിരിക്കുന്നു. കേറി പോകാനാ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് ദേഷ്യപ്പെടുക. നന്ദു കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോവാണ്. പിന്നീട് നയന വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോൾ കനക ഉണ്ടായിരുന്നു അവിടെ നിപ്പ്. കനക ചോദിച്ചു, മോളിത് എവിടെ പോയതാന്ന് ചോദിക്കുക. ഞാൻ വീട്ടിൽ വരെ പോയതാന്ന് പറയാം. വീട്ടിൽ വരെ പോയതാ? അതെന്തായാലും വീട്ടിൽ വരെ പോയത്? മോളെന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അത് പെട്ടെന്ന് പോയതമ്മേ. നന്ദുവിന്റെ മനസ്സിൽ എന്തോ കരട് കയറിട്ടുണ്ട്. അവൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. അച്ഛൻ അവളെ പൂട്ടിയിട്ടിരിക്കുക, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടി പോയതാ. ഈ സമയം കനയ്ക്ക് വെപ്രാളമായി. എന്നിട്ട് എന്തേലും പറഞ്ഞോ നന്ദുട്ടോ? അല്ലെങ്കിൽ ഗോവിന്ദന്റെ ആരെങ്കിലും എന്തേലും പറഞ്ഞോന്ന് ചോദിക്കാം. അതിന് നന്ദു ഒന്നും പറഞ്ഞില്ല. അച്ഛനൊന്നും അറിയത്തില്ലെന്ന് അല്ല അമ്മ പറഞ്ഞേ. പിന്നെ അച്ഛൻ എങ്ങനെ എന്നോട് പറയണേ? അല്ല അത് പിന്നെ മോളെ, അച്ഛനൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയനയ്ക്ക് മനസ്സിലായി, ഇവര് എന്തൊക്കെയോ തന്നിൽ നിന്ന് മറച്ചു വെക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ പറയണേ. ഒരു പക്ഷേങ്കില് നന്ദു അനി അവരാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നക്കാര്. അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, താൻ അറിയില്ലാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം. എന്താ മോളെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ? അല്ലമ്മേ, നന്ദുവിന് എന്താ പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാം. എനിക്കെങ്ങനെ അറിയാം? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അവിടെ മുറിക്കകത്ത് പൂട്ടിയിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ മോളെ, അച്ഛൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. ഈ സമയം നയന പറഞ്ഞു, തക്കതായ കാരണം ഒരു പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് ദേഷ്യം വരുമ്പം അമ്മ ഇങ്ങനത്തെ പല പ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യാറ് പോലും ഇല്ല. മക്കളെ വേദനിപ്പിക്കാതെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അച്ഛന്. അങ്ങനെയുള്ള അച്ഛൻ നന്ദുവിനെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണം കാണുമെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണം. പൊട്ടിയൊന്നും അല്ല ഞാൻ. അതറിഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം നയന പോയി കഴിഞ്ഞപ്പോൾ കനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് നയന അങ്ങ് ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് നേരെ കല്യാണിയെ വിളിക്കുവാണ്. കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നിനക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതെ, സൈബർ സെല്ലിന്റെ സഹായം തേടി നല്ല കാര്യമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നേ. കിരണേട്ടൻ എന്നെ സഹായിക്കണം. അപ്പൊ കിരണേട്ടനോടൊന്ന് പറഞ്ഞിട്ട് നീ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരണമെന്ന് പറയാം. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, ഫോൺ വെച്ചോളാൻ പറയണം. അപ്പൊ കല്യാണിയെ വിളിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നയന് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് നേരെ ഹാളിലേക്ക് വരുമ്പോൾ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നയനെ കണ്ടതും പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. എന്താ ഇനി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഒന്നുമില്ല അടുത്തി. എന്ത് പറ്റി? അനാമിയെ കുറിച്ചാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? നിനക്ക് കല്യാണം ആകുമ്പോ ഇച്ചിരി ആലോചന കൂടുതലാണല്ലോ. കല്യാണം എന്റെ ചേച്ചി, അതിനെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അല്ലെങ്കിലും എന്റെ മനസ്സ് ആരും കൂടെ മനസ്സിലാക്കുന്നുണ്ടോ? ഈ പറയുന്ന മുത്തച്ഛനോ ആദർശേട്ടനോ എന്തിനേറെ പറയുന്നു നയനടുത്തി പോലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിനെ എന്റെ തലയിൽ വെച്ച് കിട്ടാൻ എല്ലാവരും കൂടെ ശ്രമിക്കണേ. ഇത് കേട്ട നയന പറഞ്ഞു, അങ്ങനെ പറയരുത് നീ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നല്ലേ അനാപികനെ? നിനക്കല്ലേ അവളോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞേ? എന്റെ ഏട്ടത്തി തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് അവളോട് പ്രണയമൊന്നും ഇല്ലാന്ന് പറയും. പിന്നെ അല്ലാതെയാണ് അവളിങ്ങോട്ട് വന്നത്. ഏട്ടത്തിക്ക് അറിയാലോ, അവൾക്കൊരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ്. അവൾക്ക് എന്നോട് ഇഷ്ടമല്ല, ഒരു വാശി പോലെ എനിക്ക് തോന്നുന്നേ. എന്നെ സ്വന്തമാക്കണമെന്നൊരു വാശി. അതിനു വേണ്ടിയിട്ട് അവളിങ്ങനെ നടക്കണേ, അറിയാവോ? അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഒരു പെണ്ണ് കാണിച്ചടങ്ങ് നടക്കുമ്പോൾ ആണ് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ കാണൂലേ ചെയ്യണ്ടേ? അതിന് പകരം അവൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നു. പിന്നീടോ എന്റെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. ഒരു പക്ഷെ എന്റെ ആരാധിക എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ കാണാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ പേര് മാത്രമാണ് ഞാൻ അവളെ കാണാൻ പോയത്. അല്ലാതെ അവളോട് പ്രണയം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ അവള് തെറ്റിദ്ധരിച്ചു. പ്രണയം വന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് പുറകെ കൂടിയിരിക്കുക. ഒരു കാര്യം ചെയ്യാവോ? ഇടത്തേക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നീട്ടി വെക്കാനായിട്ട് മുത്തച്ഛനോട് പറയാമെന്ന് ചോദിക്കാം.
ഇത് കേട്ടോ നയന പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ലേ നീ. ഒരു കാരണവശാലും കല്യാണം നീട്ടിവെക്കാൻ പോകുന്നില്ല. കല്യാണം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. ഇനിയിപ്പം നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം. ഈ സമയം അനിയൊന്ന് നിശബ്ദനായി. എന്താ അനിയൊന്നും മിണ്ടാത്തെ? നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല അത് പിന്നെ ഏട്ടത്തി ഞാൻ ഇനിയിപ്പോൾ ഉണ്ടേലും ശരി ഇല്ലേലും ശരി കല്യാണം ഒന്നും മാറ്റിവെക്കാൻ പോകുന്നില്ല. ഇനി എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാ. എനിക്ക് ആ പാടെ സങ്കടമായി. ഏക പ്രതീക്ഷ നയനേടത്തിയായിരുന്നു. നയനേടത്തിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നയനേടത്തി ഒന്ന് പറയും എന്നറിയത്തില്ല. നന്ദു ഇങ്ങനെ നിൽക്കുക. പിന്നീട് 2 ഗ്ലാസ്സിനകത്ത് ചായയൊക്കെ ആയിട്ട് നയന നേരെ മൂർത്തി മുത്തശ്ശൻ്റെ വസന്തരാമയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് നയന പറഞ്ഞു, അതെ എന്തോ എനിക്ക് ഈ വിവാഹത്തിന് ഇത്ര താല്പര്യക്കുറവ് തോന്നുന്നുണ്ട് മുത്തശ്ശ എന്ന് പറയണം. മോളെ അതൊന്നും മോള് മൈൻഡാക്കേണ്ട ആവശ്യമില്ല. അതേ അനാമികയുടെ അച്ഛന് വാക്ക് കൊടുത്ത ആള് ഞാനാ. വാക്ക് മാറ്റി പറയണമെങ്കിൽ ഈ അനന്തമൂർത്തി മരിക്കണമെന്ന് പറയാം. ഇത് കേട്ടോ നയനയുടെ ഞെട്ടലുണ്ടായി. എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ. മുത്തശ്ശനാണ് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അനിയുടെ അനാമികയുടെ വിവാഹം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അല്ല അവന് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം? അവന്റെ ഇഷ്ടമായിരുന്നല്ലോ അനാമികനെ വിവാഹം കഴിക്കണമെന്ന്. അതറിയത്തില്ല മുത്തശ്ശി, ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേ. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, മോളൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. കല്യാണം ആയി കഴിയുമ്പോഴത്തേനും അവനിങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിലും ആദർശ് കുറെ ചുമതലകളൊക്കെ അവനെ ഏൽപ്പിക്കാണ്ടിരിക്കുക. അവന് കുട്ടികളെ ഇതിലായിട്ട് മാറിയിട്ടില്ല. അവന്റെ കുട്ടിക്കളിയൊക്കെ മാറിയിട്ട് അവനിനി ഒരു നല്ല ഉത്തരവാദിത്വ ബോധം ഉള്ളവനാവണമെങ്കിൽ അവന് കുറച്ച് കമ്പനികളൊക്കെ ഏൽപ്പിച്ച് അവന്റെ കല്യാണമൊക്കെ ഒന്ന് കഴിയണം. എങ്കിൽ മാത്രം അവൻ നന്നാവുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട മുത്തശ്ശൻ ശരിയാ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ അവന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് നയനമോളെ. അല്ല നിന്നോട് എന്തെങ്കിലും അവൻ പറഞ്ഞു എന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, എന്നാ പിന്നെ മോള് പേടിക്കൊന്നും വേണ്ട. കല്യാണം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയാം. പിന്നീട് നയനയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ഒരു പക്ഷേങ്കിൽ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടി നയനെ ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടവും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.